ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. JEE 2025 January 29th ഷിഫ്റ്റ് 1ൻ്റെ 9th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറൈൽ ഹാലൈഡ്സ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അറൈൽ ഹാലൈഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രോഡക്റ്റ് P ഇസ്. നിങ്ങളിത് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. 2 ബ്രോമിൻ ഉണ്ട്, C2H5ONA ഇൻ പ്രസൻസ് ഓഫ് C2H5OH ആണ്. പ്രോഡക്റ്റ് P ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങളിത് പഠിച്ചു കാണില്ലടാ. ഇപ്പോൾ എന്താ പറയുക, ഡവ്സ് പ്രോസസ്സ് ഓർമ്മയുണ്ടോ? എന്താണ് ഡവ്സ് പ്രോസസ്സ്? ഇപ്പോൾ ക്ലോറോബെൻസീനെ ഫീനോളാക്കി മാറ്റുന്നത്, NaOH ഇൻ പ്രസൻസ് ഓഫ് വെരി ഹൈ പ്രഷർ ടെമ്പറേച്ചർ. അത് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലോറോബെൻസീനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഓർത്തോ പാരാ പൊസിഷൻസിലൊക്കെ നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് വേണ്ടി വരില്ല, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേണ്ടി വരില്ല. കാര്യം എന്താണ്? ഓർത്തോ പാരാ പൊസിഷനിൽ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ഓർത്തോ പാരാ പൊസിഷനിൽ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണെങ്കിൽ അറോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കും. അതിൻ്റെ റീസൺ ഇൻ്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി കാരണമാണ്. ഇൻ്റർമീഡിയറ്റ് ബിക്കംസ് വെരി സ്റ്റേബിൾ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അറൈൽ ഹാലൈഡ്സിൻ്റെ ബെൻസീനിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഹാലജൻ്റെ ഓർത്തോ പാരാ പൊസിഷൻസിൽ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ലൈക്ക് NO2 പ്രസൻറ്റ് ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കാനുള്ള സാധ്യത കൂടും, പെട്ടെന്ന് നടക്കും മക്കളെ, ബിക്കോസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി അത്രയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 2 ബ്രോമിനുണ്ട്, ഒരു NO2 ഉണ്ട്. NO2യുടെ പാരാ പൊസിഷനിലുള്ള ബ്രോമിനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താനുള്ള ചാൻസ് കൂടുതൽ. അല്ലാണ്ട് മെറ്റാ പൊസിഷനിലുള്ള ബ്രോമിനല്ല, NO2ൻ്റെ പാരാ പൊസിഷനിലുള്ള ബ്രോമിൻ. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇവിടെ മെക്കാനിസം എഴുതി കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ബ്രോമിൻ ഉണ്ട്. ഓക്കെ, ഒരു ന്യൂക്ലിയോഫൈൽ വരികയാണ്. നമുക്കൊന്ന് മെക്കാനിസം ഒന്ന് എഴുതി നോക്കാം. ഇവിടെ പാരാ പൊസിഷനിൽ NO2 ഉണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് എന്താണ് മക്കളെ? യു വിൽ ഗെറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് ലൈക്ക് ദിസ്, Br Nu, പൈ ബോണ്ട് ഇവിടെ ആൻഡ് NO2 അല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് താഴത്തേക്ക് വരും. ഈ പൈ ബോണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? NO2ൻ്റെ കൊടക്കീഴിൻ്റെ അടിയിൽ, അല്ല NO2ൻ്റെ അടിയിലേക്ക് പോകും. അതായത് NO2 അറ്റാച്ച് ചെയ്ത കാർബണിലേക്ക് പോകും. അത് നിങ്ങൾ നോക്കിക്കേ, ഡോണ്ട് യു തിങ്ക് ദാറ്റ്സ് വെരി സ്റ്റേബിൾ? ആ ഇൻ്റർമീഡിയറ്റിന് ഒരു എക്സ്ട്രാ കനോണിക്കൽ സ്ട്രക്ചർ അവിടെ കിട്ടും മക്കളെ. ആ ഇൻ്റർമീഡിയറ്റിന് ഇപ്പോൾ ദേ ഈ നെഗറ്റീവ് ചാർജ് NO2 ഉള്ള സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അതിന് വീണ്ടും ഇങ്ങോട്ട് ഒരു എക്സ്ട്രാ റെസണൻസ് കിട്ടും, അല്ലേ? ദാറ്റ് മീൻസ് ദ ഇൻ്റർമീഡിയറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ഈവൻ മോർ. അത് നേരെ ഇങ്ങോട്ടല്ല പോകുന്നത്, ഇങ്ങോട്ട് ഒരു റെസണൻസ് കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് മോർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതേ NO2 തന്നെ ഇപ്പോൾ ഒരു NO2 കൂടി ഇവിടെ ഉണ്ടെങ്കിലോ, ഒരു NO2 ഇവിടെയും കൂടി ഉണ്ടെങ്കിലോ എന്ത് പറ്റും? ഇവിടെ ഫോം ചെയ്ത് ഈ നെഗറ്റീവ് ചാർജ് വിൽ ഓൾസോ ബി സ്റ്റെബിലൈസ്ഡ്. NO2 ഈ ഓർത്തോ പൊസിഷനിലുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ ഓർത്തോ പൊസിഷനിൽ വന്ന നെഗറ്റീവ് ചാർജ് വിൽ ബി സ്റ്റെബിലൈസ്ഡ്. അടുത്തത് ഇവിടെയും ഒരു NO2 ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ വരുമ്പോൾ ദാറ്റ് വിൽ ഓൾസോ ബി സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ NO2 ഓർത്തോ പാരാ പൊസിഷൻസിൽ വരുമ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ബിക്കംസ് വെരി സ്റ്റേബിൾ. അതുകൊണ്ടാണ് ഓർത്തോ പാരാ പൊസിഷൻസിലുള്ള ഹാലജൻ ഗ്രൂപ്പ് വിൽ ബി ഈസിലി റീപ്ലേസ്ഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഈ C2H5ONA ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ ന്യൂക്ലിയോഫൈൽ ഏതാ തരിക? ഏതാണ് ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈൽ? ഇറ്റ്സ് നത്തിങ് ബട്ട് C2H5O- ആണ് ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈൽ. ആ ന്യൂക്ലിയോഫൈൽ ഏത് ബ്രോമിനെ റീപ്ലേസ് ചെയ്യും? NO2ൻ്റെ പാരാ പൊസിഷനിലുള്ള ബ്രോമിനെ റീപ്ലേസ് ചെയ്യും. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ 1 ആണ്. റെഡിയാണോ? ഇസ് ഇറ്റ് ക്ലിയർ?